കേരളത്തിലൊക്കെ മാതൃക. പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ 19 മാലിന്യക്കുനകൾ ഇതിനകം നീക്കം ചെയ്തു എന്ന് മാത്രമല്ല, ഏക്കർ കണക്കിന് ഭൂമി വീണ്ടെടുക്കാനും കഴിഞ്ഞു. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൊല്ലത്തെ കുരീപ്പുഴ. 14 ഏക്കറയാണ് അവിടെ ഇതുപോലെ ബയോറെമഡിയേഷനിലൂടെ നീക്കം ചെയ്ത് വീണ്ടെടുത്തത്. ആ കൂന നീക്കം ചെയ്തപ്പോഴാണ് അതിനടിയിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചൊരു വലിയ കൂറ്റൻ വാട്ടർ ടാങ്ക് കണ്ടെത്തിയത്. അത് മൂടിപ്പോകുന്ന തരത്തിൽ മാലിന്യം പതിറ്റാണ്ടുകളായിട്ട് കുമിഞ്ഞുകൂടിയ മാലിന്യമായിരുന്നു. അത് നീക്കം ചെയ്ത് വീണ്ടെടുത്തു. ബ്രഹ്മപുരം, പഴയ ബ്രഹ്മപുരം അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 60% അവിടെ ബയോമൈനിങ് കഴിഞ്ഞു. 100 ഏക്കറയിലാണ്. 60% കഴിഞ്ഞു. മാത്രമല്ല CBG പ്ലാന്റിൻ്റെ ഉദ്ഘാടനം മാർച്ചിൽ നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 20 ഡം സൈറ്റുകൾ കൂടി ഇതുപോലെ നീക്കം ചെയ്യുന്ന ബയോറെമഡിയേഷൻ നടത്തുന്ന ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് പാലക്കാട്. ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് കുപ്പക്കാട് എന്നാണ് അല്ലേ? കുപ്പക്കാട് എന്ന് അറിയപ്പെട്ട സ്ഥലമാണ്. അത് അവിടെയാണ് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നത്. നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് 31 മെയ് ആവുമ്പോഴേക്കും ഇത് ബയോമൈനിങ് പൂർത്തിയാക്കാൻ പറ്റും. ഈ സ്ഥലം പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാനാവും. ഇപ്പോൾ ഗുരുവായൂരിലെ മാലിന്യക്കൂന, ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ശവക്കോട്ട എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പൂങ്കാവനമായി മാറി. ഇപ്പോൾ കേരളത്തിലാകെ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ആണ് ഈ മാറ്റത്തിന് നിദാനമായിട്ടുള്ളത്. അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. പക്ഷേ ഈ പെരിയ കേസിൽ വിധി വന്നിട്ടുണ്ട്. അതിൽ CPM മുൻ MLA ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി തടവ് ശിക്ഷ കോടതി CBI പ്രത്യേക കോടതി വിധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത്? 2 മാസം മുമ്പാണ് DYFI പ്രവർത്തകനായ ഷിബിൻ്റെ കൊലക്കേസിൻ്റെ വിധി വന്നതും മുസ്ലിം ലീഗ് പ്രവർത്തകരെ ശിക്ഷിച്ചതും. അന്ന് നിങ്ങളാരും മൈക്കുമായിട്ട് വന്നില്ല. അപ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ടാണ് ചോദിക്കുന്നത്. സെലക്റ്റീവായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ മറുപടിയും സെലക്റ്റീവായിട്ടായിരിക്കും പറയാം. ഇതിൽ നിലമ്പൂർ നഗരസഭയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒരു ഒരാഴ്ച മുന്നേ പാലക്കാട് കൊണ്ടുവന്നിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കേസുകളിൽ അപ്പോൾ അവർ പറയുന്ന ഒരു പുറം ഏജൻസിക്ക് ഔട്ട്സോഴ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ അത്തരം ഇതിലെന്താണ് ഉണ്ടാവുക? അത് വളരെ ഗൗരവമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. സംസ്ഥാനത്തിനകത്ത് തന്നെയാണ്. സംസ്ഥാനത്തിന് പുറത്തുകൊണ്ടുപോയി തള്ളിയൊരു സംഭവം ഉണ്ടായി തിരുനെൽവേലി. അപ്പോൾ അതിൽ ഒരു അന്വേഷണം ഇപ്പോൾ തദ്ദേശ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുണ്ടാവും. ഇപ്പോൾ തന്നെ ചില നടപടി സ്വീകരിച്ചു. ഇപ്പോൾ ഒരു ഏജൻസിയെ തിരുനെൽവേലിയിൽ കൊണ്ടുപോയിട്ട് മാലിന്യം തള്ളിയ ഒരു ഏജൻസിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഏജൻസികൾ അവയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. അപ്പോൾ ഗവൺമെൻറ് പിടിമുറുക്കാൻ തന്നെയാണ് അക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ അനുവദിക്കില്ല. ഇപ്പോൾ തിരുനെൽവേലിയിൽ തള്ളിയവരിൽ നിന്ന് അതിൻ്റെ ചെലവ് മുഴുവൻ ഈടാക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ പുകവലിക്കുന്നത് അത്ര വലിയ കാര്യമല്ലെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. അത് വലിയ കാര്യമല്ലാത്തതാണോ? പുകവലിയൊരു ദുശ്ശീലമാണല്ലോ. പുകവലി, മദ്യപാനം ഇതൊക്കെ ദുശ്ശീലങ്ങളാണ്. അപ്പോൾ കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ആ സമയത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത് ഞാൻ കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ കേട്ടില്ല. ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരം ദുശ്ശീലങ്ങൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം കൂടിയാണ്. അല്ല, അങ്ങ് സെലക്റ്റീവായിട്ട് മറുപടി പറയുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായി താങ്കൾ പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഒരു പ്രതികരണം അല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഷിബിൻ കേസിൽ മുസ്ലിം ലീഗുകാർ ശിക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് ഇതുപോലെ പ്രതികരണം ചോദിച്ചിരുന്നെങ്കിൽ ഈ ചോദിക്കുന്നത് ന്യായമായിട്ട് നമുക്ക് കണക്കാക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. നിങ്ങൾക്ക് ആളുകൾ കൊല്ലപ്പെടുന്നതിൽ പോലും അത്തരമൊരു പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഞാൻ സെലക്റ്റീവായിട്ട് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. നിങ്ങൾക്ക് സെലക്റ്റീവായി ചോദിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് സെലക്റ്റീവായിട്ട് മറുപടി പറയാനുള്ള അവകാശം അനുവദിച്ചു തരണം. കുട്ടികളെ പുകവലിക്കുന്ന ശീലം ഒഴിവാക്കുന്നതിനാണ് തീർച്ചയായിട്ടും പുകവലി അങ്ങനെ ഒരു അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. അതിന് മറുപടിയായിട്ടും പറയുന്നതല്ല. പക്ഷേ ഇപ്പം എന്നോട് ചോദിച്ചാൽ
വലിയ അഭിലഷണീയമായിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ അല്ല എന്നാണ് മറുപടി. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. താങ്ക് യു.